ഒന്നുകൂടെ ഉണ്ടേ. കണ്ണടച്ചു പിടിച്ചോ, നിങ്ങൾ സൈഡിൽ കൂടിയൊക്കെ കാണും. സയുമ കണ്ണടച്ചു പിടിക്ക്. ഇട്ടൂലേ. 3 പേർക്കും ഭയങ്കര തണുപ്പാ. തണുപ്പോണ്ട് ഇപ്പൊ ചാകും. അയ്യോ, ചെറുതായിട്ട് ചൂട് ചിലർക്ക് വരുന്നുണ്ട്. ചൂട് വരുന്നുണ്ട്. പതുക്കെ പതുക്കെ. ചൂട് ഇപ്പൊ ചൂടുകൊണ്ട് ചാകും എന്റെ അമ്മേ. അയ്യോ 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 അയ്യോ. ചൂട് ചൂട് ചൂട്. അയ്യോ 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 അയ്യോ. പിള്ളേർക്ക് ബോറടിക്കുന്നുണ്ട്. എന്ത് കളി? ഇട്ടൂലി. നിന്റെ മോള് ആണല്ലോ നമ്മള് ട്രെയിനിങ്. എന്തായി? എങ്ങനെയായിരുന്നു ഡ്യൂട്ടി? കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഡ്യൂട്ടികൾ മാറി മാറി വരുന്നു. ശബരിമലക്ക് ഡ്യൂട്ടി ഉണ്ടായില്ലേ ഇപ്രാവശ്യം? 2 മാസത്തെ ലീവ് കഴിഞ്ഞ് നേരെ ശബരിമല. ആണോ? ഇപ്പതാ ഇവിടെ തിരക്കുണ്ടായിരുന്നല്ലോ അല്ലേ? പിന്നെ നിങ്ങക്ക് എന്നും കയറി തൊഴാലോ. നിങ്ങൾക്കും വരാം ഒരു 5 വർഷം കഴിഞ്ഞ. അവള് കണ്ട 30 കഴിഞ്ഞാണ് അവള് പറഞ്ഞത്. അപ്പൊ ചേച്ചി ഇനി അടുത്ത ടേൺ ആരാ? അടുത്ത അവള് ഇടണം. അപ്പൊ തുടങ്ങി നടക്കട്ടെ, കാര്യം നടക്കട്ടെ. അപ്പൊ ഈ വണ്ടിയും കൊണ്ട് ഞാൻ പോവുകയാണ്. അമ്മ വരുന്നു. അമ്പലത്തിൽ സുരേഷ് ഏട്ടൻ ഉടക്കിലാണ്. എന്തോ ചിന്തിച്ചു കയറി പോണതാ. വഴക്കൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. വയ്യായി വല്ലായിരിക്കും. എന്തായാലും വണ്ടി കൊണ്ടുപോണേ. നാളെ വൈകിട്ട് സൗകര്യം എത്തിച്ചാൽ മതി. എന്താ അവനടുത്ത് നല്ല കൂട്ടല്ലായിരുന്നു. പിന്നെ മിണ്ടായി പോയാൽ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ വിളിക്ക്. ചായ. എന്നാലും എന്തായിരിക്കും ഇവിടെ അമ്മ ഇത്ര വിഷമിച്ചിരിക്കാൻ? എന്തെങ്കിലും പറഞ്ഞാനാ, പക്ഷെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നില്ല. നീ വല്ലതും പറഞ്ഞു? അങ്ങനെ എന്തെങ്കിലും വഴക്കെന്തെങ്കിലും ഉണ്ടാക്കിയോ? പിന്നെ ഞാനഥവാ എന്തെങ്കിലും പറഞ്ഞ തന്നെ അത് കാര്യമായിരിക്കും. ഇനിയിപ്പോ കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ കാര്യം. എന്താടാ പറഞ്ഞത്? എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല നീ. എടി അഥവാ അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ അമ്മയടുത്ത് ക്ഷമ പറയുന്ന ആളാണ്. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളൊന്നും ഞാൻ അമ്മയടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത്രയും എനിക്കറിയാം. നീ വല്ലതും പറഞ്ഞ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കുറ്റമാണ്, കുറവുകളും പരാതികളുമാണ്. ഞാൻ എന്തിനും പറഞ്ഞ അമ്മയ്ക്ക് വഴക്കൊന്നുമില്ല. തള്ളയൊട്ടിയാ പിള്ളേക്ക് കേട്ടത്. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാറുള്ളത്. അല്ലെങ്കിൽ നീ പറഞ്ഞ കുഴപ്പമുണ്ട്. നീ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് വേറൊരു സംശയമുണ്ട്. പഞ്ചായത്തില്ലേ നീ അല്ലേ പറഞ്ഞ വിത്തൗട്ട് മതിന്ന്? ഒരു തുള്ളി ഇടായിരുന്നല്ലോ, അത് കുടിച്ചാ മതി. എനിക്ക് ഇവിടെ തലതെറിച്ചവനുണ്ടല്ലോ തക്കിടു. ഞാൻ മരത്തിന്റെ കെട്ടിയനായിരിക്കും. നീ അവൻ വില കുരുത്തക്കേടും കാണിച്ചിട്ടാണ് അമ്മ കൊച്ചുങ്ങളൊന്നും കാണിച്ച അമ്മ അങ്ങനെയൊന്നും അമ്മക്ക് അത്ര ബോധമല്ലായിരിക്കും. ഇത് വേറെന്തോ പ്രശ്നമാണെന്ന്. എന്താ എന്തെങ്കിലും കണ്ടോ കേട്ടോ പറഞ്ഞോ എന്തോ അറിയാമോ? എന്തെങ്കിലും പറയണ്ടേ? വാതുറന്ന് പറഞ്ഞില്ലേ? അമ്പലത്തിൽ പോയിട്ട് ഈ പോവലാണ്. അമ്പലത്തിൽ പോണ സമാധാനം സന്തോഷം കിട്ടാനല്ലേ? എന്താ അമ്മയ്ക്ക് ഇത്ര സന്തോഷക്കുറവെന്ന് ഞാനാക്കണേ. ഇവിടെ വരുമ്പോ മുഖം മുഞ്ഞി മോറും കയറ്റി പിടിച്ചിരിക്കും. വർത്താനം ഇല്ല, മിണ്ടാട്ടം ഇല്ല.
എന്നാൽ മുടങ്ങാതെ എല്ലാ ദിവസം പോകുന്നുണ്ട്. എല്ലാ ദിവസവും പോകുന്നുണ്ട് അമ്പലത്തില്. നേരെ മറിച്ച് അവിടെ പോകുമ്പോൾ സങ്കടമായിരുന്നെങ്കിൽ പിന്നെ പോകണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ വിഷമം ഇരിക്കുമ്പോ പറയും കാലുവേദനയാണ് കൈവേദനയാണെന്ന് പറയും. ഈ നടപ്പ് നടന്ന് പോകേണ്ട കാര്യമുണ്ടോ? അല്ല ഞാൻ പറയാം, നമ്മൾ പോകുന്നിടത്തൊരു സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകില്ല. ഓ എനിക്ക് വയ്യെന്ന് പറയും നമ്മളാണെങ്കിലും. പിന്നെന്തിനു വിഷമിക്കണം? അമ്പലത്തിൽ പോയിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ക്ലീറ്റോന്റെ വല്ല കാര്യമാണെങ്കിൽ എന്നോട് വിളിച്ച് പറഞ്ഞേനെ. എൻ്റെ എന്താ കാര്യം? അല്ലെങ്കിൽ ക്ലീറ്റോ വല്ല പൈസ മേടിച്ചു കൊടുക്കാതിരുന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് വഴക്കോ എന്നെ വന്ന് പറഞ്ഞേനെ, പൈസ മേടിച്ചു തരാൻ. എവിടെയായിരുന്നു നീ? എവിടെയായിരുന്നു? അമ്മൂമ്മ എന്തെടുക്കുവാ? അമ്മൂമ്മ എന്തെടുക്കുവാ? അമ്മൂമ്മോട് ഉറങ്ങുന്നാ? ചോദിച്ചതാ. അമ്മൂമ്മ വല്ലതും പറഞ്ഞോ നിന്നോട്? നീ എന്തെങ്കിലും അമ്മൂമ്മേനോട് പറഞ്ഞോ? ഇല്ല. അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയോ? ഇല്ല. നുണ പറയരുത്. എന്താ നീ അമ്മൂമ്മയായിട്ട് വഴക്കുണ്ടാക്കിയോന്നല്ലേ ചോദിച്ചോളൂ. ഇല്ല. ആ ഇല്ല. ചായ വേണോ? പഞ്ചാര ഇല്ല, പഞ്ചാര ഉണ്ടല്ലേ നിങ്ങൾ കുടിക്കോളൂ. പോയി കളിച്ചോ. അതെ 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 ഇങ്ങോട്ട് വാ. എന്ത് കളി? അകത്തോട്ട് പോ. അയ്യോടാ പോരുന്ന് പഠിക്കടാ. ആ കണക്ക് എഴുതാൻ ആ കണക്ക് ബുക്കില് കണക്ക് ടീച്ചർ ചെയ്തിട്ട് ചെല്ലാൻ വേണ്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പോയിരുന്നെടുക്ക്. എന്താ എന്നെ കാണിച്ചു തരണം. കളി തന്നെ കളി. കാണിച്ചെല്ലാം മനസ്സിലാവാനത്. ഇപ്പോഴത്തെ കൊച്ചുങ്ങള് പഠിത്തമൊക്കെ ഭയങ്കര കൂടുതലാണ്. അമ്മ എവിടെ? ഒരുങ്ങുന്നു. വല്ലതും പറഞ്ഞോ? എന്താ എന്തെങ്കിലും പറഞ്ഞോന്ന് നിന്നോട് നമ്മൾ സംസാരിച്ച കാര്യം? എൻ്റെ അടുത്തൊന്നും മിണ്ടാറുമില്ല, നോക്കാറുമില്ല. കാണുമ്പോൾ അങ്ങോട്ടും തിരിഞ്ഞൊക്കെ പോണാണ്. ഇപ്പൊ എന്തെടുക്കുവാ? അമ്പലത്തിൽ പോകാൻ റെഡിയാണ്. പിന്നെ അമ്പലത്തിൽ പോണാ? അമ്പലത്തിലല്ലേ പോണ? അതിനിപ്പോ എന്ത്? എടാ എന്തിനാ പോണേ ഏതിനാന്നാ നമുക്കറിയാമോ. എല്ലാ ദിവസവും അമ്പലത്തിൽ പോണേ എന്തിനാ? ഇവിടെ വയസ്സായ ആളുകളാകുമ്പോൾ അമ്പലത്തിൽ പോവും. അമ്പലത്തിലല്ലേ പോണേ? വേറെ എവിടെയെങ്കിലും പോണെങ്കിൽ നമുക്ക് എതിർക്കാൻ നീ പറ്റും. ചെന്ന് പറഞ്ഞേ പോണ്ടാന്ന്. ഞാൻ ഒന്നാതെ പിണങ്ങിയിരിക്കണം. ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ട് എന്നെ വല്ലതും നിനക്ക് വല്ല വയറിന് സുഖമില്ലാന്ന് പറയുന്നത് പോണ്ടാന്ന് പറ. ഇനി ആർക്ക് എന്ത് പറഞ്ഞാലും അമ്മ പോവും. അമ്മ തീരുമാനിച്ച അങ്ങനെയാണ്. അറിയാലോ ഇപ്പൊ എന്ത് കുഴപ്പം? എന്ത് എന്താ കുഴപ്പമൊന്നും നിനക്കറിയില്ലേ? വൈകിട്ട് അമ്പലത്തിൽ പോയി ഡെയിലി പോണതല്ല എന്നെ. അമ്പലത്തിൽ പോണ ആൾക്കാർ ഇരിക്കണ പോലെ അമ്മ ഇരിക്കുന്നത്, മുഞ്ഞിയും വീർപ്പിച്ച് മുഖം വീർപ്പിച്ച്.
കാണാതെ ഞാൻ ഒരു കണക്കിനാ പോയത് കനക. എന്നിട്ട് തിരുമല ഭാഗത്തോട്ടാ പോണേ. തിരുമല ഭാഗത്തോട്ട് പോയി അവിടുന്ന് നമ്മുടെ മിലിറ്ററി ക്യാമ്പ് അങ്ങ് കഴിഞ്ഞപ്പോഴത്തേന് ലെഫ്റ്റ് എടുത്തിട്ട് അമ്മ പരിചയമില്ലാത്തൊരു വഴിയിലോട്ട് ഇറങ്ങണം. ആ ഭാഗത്താണെങ്കിൽ അമ്പലവും ഇല്ലല്ലോ, നമ്മൾ ആ വഴിക്ക് പോവാറേ ഇല്ലല്ലോ അങ്ങനെ. ഞാൻ നോക്കുമ്പോൾ ഒരു ഇടവഴിയിലോട്ട് ഇറങ്ങി ധൃതിക്ക് അങ്ങ് നടന്നു പിടിക്കുക. കാണുവാണോന്ന് ഓർത്ത് എനിക്ക് ആദ്യമായിരുന്നു. അത് കഴിഞ്ഞ് ആ ഇടവഴി ഇറങ്ങി നേരെ ചെന്നിട്ട് ഒരു വീട്ടിൽ കയറി. അമ്മ വന്നതും അമ്മയുടെ പ്രായമൊക്കെ ഉണ്ട്, ഇച്ചിരി ക്ഷീണിച്ചൊരമ്മയാണ്. വേറൊരു സ്ത്രീ ഇറങ്ങി വന്ന് കൈയൊക്കെ കൊടുത്ത് ചിരിച്ച് കളിച്ച് രണ്ടുപേരും കൂടി അകത്തോട്ട് കയറിപ്പോയി. എനിക്ക് എന്തോരം ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല ഇതെന്താന്ന്. അമ്മയുടെ പരിചയക്കാരാണെങ്കിൽ നമുക്ക് നമ്മളോട് ഇങ്ങനെ നുണയും പറഞ്ഞിട്ട് അമ്മ പോണേ എന്തിനാ? എന്നെ കണ്ടില്ല, എന്നെ കണ്ട കൊല്ലൂല എന്നെ. അതെന്താ, അത് എന്താണെങ്കിലും നമ്മളോട് പറയാൻ പാടില്ലേ? ഈ നുണ പറയണേ എന്തിനാ? അമ്മേ വരുവല്ലേ, ഇങ്ങോട്ട് എത്തണ്ടേ? എന്ത് ചുമ്മാ വിളിച്ച് ഞങ്ങളിങ്ങനെ ഞാൻ പോണില്ല, ഞാൻ ഇരിക്കുവാ. കാര്യം പറയാൻ എന്തിനെ വിളിച്ചെന്നുള്ളത്. അമ്പലത്തിൽ പോയായിരുന്നാ? പോയായിരുന്നു. ഏതമ്പലത്തിൽ പോയി അമ്മ? നമ്മൾ എന്ന് പോണ അമ്പലം ഏതാണ്? ആ അമ്പലത്തിൽ തന്നെ പോയത്. അല്ല അമ്മ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നു? അമ്പലത്തിൽ പോകുമ്പോ നിങ്ങൾ എന്തോന്നിനാണ് ഇങ്ങനെ വിസ്തരിച്ച് ചോദിക്കുന്ന? കാര്യം പറ. അമ്മ കണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ. കണ്ടെങ്കിൽ കണ്ടോ അമ്മ? ഞാൻ കണ്ടില്ല. പക്ഷെ അവള് കണ്ടല്ലോ. എന്തോന്ന് കണ്ട്? അമ്മ ഒരു വീട്ടിൽ പോകുന്നത്. ഏത് വീട്ടില്? അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അമ്മ ഒരു വീട്ടിൽ പോയതും അവിടെ വേറൊരു അമ്മ ഉണ്ടെന്നും അവിടെ സംസാരിച്ചിട്ടുണ്ടാകത്തോണ്ട്. അമ്മ എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞ് പോണത് അങ്ങോട്ടല്ലേ? അമ്മ എന്തിനീ നുണ പറയുന്നത് ഞങ്ങളോട്? ഞങ്ങളാണ് നുണ പറയണെങ്കിൽ അമ്മക്ക് ഇഷ്ടപ്പെടുവോ? അല്ല അതിൽ നുണ പറയാൻ വേണ്ടി എന്തിരിക്കുന്നു? ഞാൻ ഇന്ന് വന്ന് പുറകെ വന്നത് കാരണം കണ്ട് അമ്മ എന്നെ ദേഷ്യപ്പെട്ട് നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. വേറെ അടുത്തല്ലേ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോ ആരാ അത്? എന്തിനാ അമ്മ എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ അങ്ങോട്ട് പോണേ? പറയാൻ ഞാൻ ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ അവരെ കണ്ട്. അവരെൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊരു ചായ വാങ്ങിച്ചു തരുമോന്ന്. ഞാൻ പറഞ്ഞു അതിനെന്ത് വാങ്ങിച്ചു തരാനെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് ഒരു ചായ വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അവരവരുടെ ഓരോ കഥകൾ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്. അവർക്കൊരു ഭർത്താവ് പോലീസുകാരൻ, ഒരാണും ഒരു പെണ്ണും, 2 മക്കള്. ഭർത്താവ് മക്കളെയൊക്കെ കെട്ടിച്ച് നല്ല ഗതിയിലൊക്കെ തന്നെയാണ്. ഭർത്താവ് മരിച്ചപ്പം പിള്ളേർക്ക് ഓഹരി ചെയ്യണം. അമ്മയല്ലേ ഉള്ളു. അമ്മയെ വരട്ടി വീതം വെപ്പിക്കാല്ല, വീതം വെച്ച് കൊടുത്ത് അവസാനം അമ്മ അടിച്ചിറക്കി. പറഞ്ഞാൽ മതിയല്ല. നാളെ എൻ്റെ അവസ്ഥ അതാകുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്റെ അമ്മ, ഇതായിരുന്നു അമ്മയുടെ വിഷമം. അമ്മേ, ആ മക്കളെ പോലെയാണോ നമ്മള്? അത് വേറെ ഇത് വേറെ അല്ലേ അമ്മ? അമ്മക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. അല്ലടാ, ചില സമയങ്ങളിലൊക്കെ എനിക്ക് വല്ലാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വർത്തമാനത്തിലൊക്കെ. പിന്നെ അമ്മയുടെ വിഷമം എന്താണ്? ആ അമ്മയ്ക്കും ആ അമ്മയുടെ മക്കളുടെ അടുത്ത് വരണം അല്ലേ? നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്നേ. ഞാൻ അവരോട് സംസാരിക്കാം. ആരാണ് എവിടെ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം. നാളെ പോകണില്ല അമ്പലത്തില്? പോണം. നാളെ അമ്മ പോയിക്കോ, നമ്മൾ അങ്ങോട്ട് വന്നോളാം. കാര്യങ്ങൾ തുറന്ന് പറയണ്ടേ? അയൽവത്താരൊക്കെ കുറെ ഉണ്ടല്ലോ, എല്ലാരും സഹകരിക്കോ? ഒരു കുഴപ്പമില്ല, നല്ല സ്നേഹമുള്ളവരാണ് മോളെ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണ എന്തിനാ? അപ്പൊ അങ്ങോട്ട് വരാൻ പാടില്ല? അമ്മ ഇങ്ങോട്ട് വരുന്നതല്ലേ വീട്ടിലോട്ട്? വരാം, വരണമെന്ന് ആഗ്രഹമുണ്ട്. വായോ. അല്ല, ചേച്ചിയുടെ മകളെ അവിടെ തന്നെയല്ലേ കെട്ടിച്ചിരിക്കണത്? എന്റെ കൂടെ ഒരു പോർഷന് താമസിക്കല്ലോ. സന്തോഷമല്ലേ? അയ്യോ സന്തോഷം. മക്കളും
കൊച്ചുമക്കളും എല്ലാരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ് ചേച്ചി. സമയം പോണത് അറിയത്തില്ല. അറിയത്തില്ല. അടിയും പിടിയും വഴക്കും വയ്യവേലും തീറ്റിയും ഓട്ടവും ചാട്ടവും. എവിടെ അടി എവിടെ അടി എവിടെ അടി? ചുമ്മാ കിടന്ന് പിള്ളേരുടെ അടി അത് മതിയല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസമല്ലേ. നമ്മൾ ഒറ്റപ്പെട്ട് മൂകമായിട്ട് വീട്ടിലിരിക്കണേനേക്കാൾ എത്രയോ ഭേദമാണത്. പക്ഷെ എനിക്ക് മാത്രം ഒരു ഭാഗ്യം കിട്ടിയില്ലേ ചേച്ചി. അയ്യോ, അതിന് വിഷമിക്കാതെ. സുരേഷും കനകനും പോയിരിക്കല്ലേ അവരെ കൊണ്ടുവരാൻ. താമസിയാതെ അവരിപ്പോ ഇങ്ങ് എത്തും. എനിക്ക് അവരെ ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ മക്കളെ ഒന്നും. പക്ഷെ എന്റെ കൊച്ചുമക്കളെ എനിക്കൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. കാണാൻ പോവാനെ. കരയാതെ കരയാതെ അമ്മ, കരയാതെ കരയാതെ. ഇനി കൺകുളിർക്ക കാണാമല്ലോ നിനക്ക്. സമാധാനപ്പെട്. ചേച്ചിയുടെ വാക്ക് വിശ്വസിക്കാണ് ഞാൻ. ആ എന്തായടാ? അമ്മ പോവാൻ തയ്യാറായിട്ടിരിക്കുവാ. ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ എന്തായി? കണ്ടു, സംസാരിച്ച കാര്യങ്ങളൊക്കെ. പക്ഷെ അമ്മ അവര് ഈ ഒരു യാത്രയ്ക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയും, ഒരു അടുത്ത മാസമൊക്കെ ആവുന്നു ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട്. വരുമ്പോൾ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമ്മതിച്ചില്ലല്ലേ? എനിക്കറിയായിരുന്നു. അമ്മ ഒരു പരാതി എഴുതി സ്റ്റേഷനിലോട്ടാ. ബാക്കി നമുക്ക് നോക്കാമല്ലോ. നിയമമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതതിൻ്റെ വഴിക്ക് തന്നെ പോട്ട്. അമ്മ വിഷമിക്കണ്ട. പാവം, അതിനാ എന്റെ കുഞ്ഞുമക്കളെ കാണണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. അതെ, എന്റെ കൊച്ചുമക്കളെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. വിഷമിക്കാതെ. ഒരു മാസം കഴിഞ്ഞ അവര് വരുമെന്നല്ലേ പറഞ്ഞത്. അമ്മയും മക്കളും കൂടെ വരും. നീ സമാധാനപ്പെട്, കരയരുതേ. നിങ്ങളെങ്ങനെ വരൂടി? ഒരു ഓട്ടോ എടുത്ത് അമ്മയും കൂടെ കൂട്ടി നമുക്ക് 2 ദിവസം കഴിഞ്ഞൊക്കെ തിരിച്ചു വരാനല്ലോ. ശരി ചേച്ചി. ഇങ്ങ് വന്നേ, ഒരു കട്ടൻ ഇട്ട് കുടിക്കാം. വാ, ഞാനൊരു കട്ടൻ ഇട്ട് തരാം. വാ ചേച്ചി വാ. വാ. അങ്ങനെ തുമ്മിയാ തെറിക്കണ മൂക്കൊക്കെ അങ്ങ് തെറിച്ചു പോട്ട്. Aliens.